എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് കോളറുള്ള കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇത് അജ്രക് കോട്ടൻ്റെ തുണിയാണ്. ഇത് വീതി വന്നിട്ട് 45 ഇഞ്ച് വീതിയുണ്ട്. അതുപോലെ തുണിയുള്ളത് 1.25 മീറ്ററാണ്. ഇത് 1.5 മീറ്ററിൽ തന്നെ നമുക്ക് ധാരാളം ചുരിദാർ അടിക്കാം. ഇത് കുറച്ച് ഇറക്കം കൂടുതലുകൊണ്ടാണ് 1.25 മീറ്റർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. ഇനി ഒന്നുകൂടെ മടക്കിയിടാം. അതിനുശേഷം ഇവിടെ ഒന്ന് സ്ട്രൈറ്റ് ലൈൻ ആക്കാം. കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. ഇതേപോലെ ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ഷോൾഡർ 15 ഇഞ്ചാണ്, അതിൻ്റെ പാതി വയ്ക്കാം. കോളറുള്ളതാണ്, ഷോൾഡർ ഒട്ടും കുറയ്ക്കണ്ട. അപ്പോൾ 7.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് താഴേക്ക് വരയ്ക്കുക. ആം ഹോള് 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. പതിനാല് ഇഞ്ചിൽ ഇതിൻ്റെ വേസ്റ്റ് മാർക്ക് ചെയ്യുക. അതുപോലെ 21 ഇഞ്ചിൽ ഹിപ്പ് മാർക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ ചെസ്റ്റ് 32 ഇഞ്ചാണ്. അപ്പോൾ അത് കൂടെ 4 ഇഞ്ച് പ്ലസ് ചെയ്യണം. അപ്പോൾ 36 ഇഞ്ച്. അതിൻ്റെ 4-1 9 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഒരു 1.5 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. ഇവിടെ അതേപോലെ വേസ്റ്റ് 28 ഇഞ്ചാണ്. അതിൻ്റെ 4-1 7 ഇഞ്ച്. ഇവിടെ അതേപോലെ തന്നെ 1 ഇഞ്ച് ചേർക്കുക. അതായത് 4 ഇഞ്ച് എക്സ്ട്രാ. 1.5 ഇഞ്ച് തയ്യത്തുമ്പ് ചേർക്കുക. ഇപ്പോൾ 20 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 10 ഇഞ്ച്. 1 ഇഞ്ച് ഇവിടെ തയ്യത്തുമ്പ്. ഇവിടെ 1 ഇഞ്ച് തയ്യത്തുമ്പ് മതി. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് എടുക്കുക. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ നിന്ന് ആം ഹോൾ വരയ്ക്കുക. അതുപോലെ ഇതിൻ്റെ നെക്ക് 3 ഇഞ്ച് വീതി കൊടുക്കാം. അതിൽ കൂടുതൽ ഡബിൾ XL ത്രിബിൾ XL ഒക്കെ ആണെങ്കിൽ 3.25 3.5 ഇഞ്ച് വരെയൊക്കെ നെക്കിൻ്റെ വെടുത്ത് വയ്ക്കാം. അതേപോലെ ഇറക്കവും വയ്ക്കണം. വീതി 3 ഇഞ്ച് വയ്ക്കുമ്പോൾ ഇറക്കം 4 ഇഞ്ചാണ് വയ്ക്കുന്നത്. അതേസമയം ബാക്ക് നെക്ക് 1/2 ഇഞ്ച് തന്നെയാണ് വയ്ക്കുന്നത്. ഇതേപോലെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇത് വന്നിട്ട് ഒരു ചതുരാക്കി എടുക്കാം. എന്നിട്ട് കഴുത്ത് വരയ്ക്കാം. ഇതേപോലെ ചെറിയൊരു ഷേപ്പ് കൊടുത്താൽ മതി. ഈ ഷോൾഡർ 1/2 ഇഞ്ച് സ്ലോപ്പ് കൊടുക്കാം. 1/2 ഇഞ്ച് 3/4 ഇഞ്ച് വരെയൊക്കെ കൊടുക്കാം. ഇനി ഇതിൻ്റെ ആം ഹോള് അളന്ന് നോക്കാം. കറക്റ്റ് 8 ഇഞ്ച് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഇറക്കും കൂടെ മാർക്ക് ചെയ്യാം. ഇറക്കം ഇവിടെ വെച്ചിട്ട് 46 ഇഞ്ചാണ് ഇറക്കം. 1 ഇഞ്ച് ബോട്ടം മടക്കി അടിക്കാൻ കൊടുക്കാം. ബോട്ടം നമുക്ക് 22 ഇഞ്ചാണ് വേണ്ടത്. ഇതിൽ 21 കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലുള്ള ബോട്ടം വീതി അങ്ങനെ കൊടുക്കാം. ഒന്ന് കട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ ഈ ബാക്ക് നെക്ക് കട്ട് ചെയ്യുക. ഇനി ഇതൊന്ന് സെപ്പറേറ്റ് ആക്കാം. അതിനുശേഷം അതൊന്ന് ബാക്ക് പീസ് മാറ്റി വെച്ചിട്ട് നെക്കും കൈക്കുഴിയും കട്ട് ചെയ്തെടുക്കാം.
ഇനി ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം. ആം ഹോൾ 8 ഇഞ്ചാണ്. അപ്പോൾ അതിനനുസരിച്ച് ഒരു 1.5 ഇഞ്ച് തയ്യത്തും കൂടി ഇട്ടിട്ട് ഇതേപോലെ മടക്കിയെടുക്കുക. 1 ഇഞ്ച് ഇതേപോലെ സ്ലീവ് മടക്കിയടിക്കുക. അതിനുശേഷം ഇതിൻ്റെ കയ്യിറക്കം 15 ഇഞ്ചാണ്. 1/2 ഇഞ്ച് തയ്യത്തുമ്പ്. 3 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യുക. അത് 32ൻ്റെ 8-1 -1 ഇഞ്ച്. ഇതാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ. ഇനി വന്നിട്ട് ആം ഹോള് 7.75 വയ്ക്കുക. 8 ഇഞ്ചാണ്, പക്ഷെ നമ്മളിത് വരച്ച് വരുമ്പോൾ അത് 8 ഇഞ്ച് തന്നെ കിട്ടും. എന്നിട്ട് ഇവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആം ഹോൾ വരയ്ക്കുക. ഒരു 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യുക. സ്ലീവ് റൗണ്ട് വന്നിട്ട് 10 ഇഞ്ചാണ്. 1.5 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. ഇത് കട്ട് ചെയ്തെടുക്കാം. ആം ഹോൾ നമുക്ക് 8 ഇഞ്ചാണ് വേണ്ടത്. നമ്മളിവിടെ ഇട്ടത് 7.75 പക്ഷേ ഇത് അടിച്ച് വരുമ്പോൾ 8 ഇഞ്ച് തന്നെ കിട്ടും. ഇത് കോളർ വയ്ക്കാൻ ഉപയോഗിക്കാം. കോളർ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാം. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഫ്രണ്ട് തയ്ക്കാം. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇതേപോലെ ഒരു ക്യാൻവാസ് തുണിയിൽ ഒട്ടിച്ചെടുക്കുക. ഇതിൻ്റെ വീതി 2.5 ഇഞ്ചാണ്. നീളം 12 ഇഞ്ച് ഉണ്ട്. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക. ഒരു 3 ഇഞ്ച് ഓപ്പൺ വരും. ഇനി ഇവിടെ ഈ സൈഡൊന്ന് ഇതിലേക്ക് മടക്കി അടിക്കാം. അപ്പോൾ ഇതേപോലെ സൈഡൊന്ന് മടക്കി അടിക്കുക. ഇത് വേറെ തുണിയാണ്, കിട്ടാത്തതുകൊണ്ട് നമ്മൾ വേറെ തുണിയിലാണ് ഇത് അടിച്ചിരിക്കുന്നത്. ഇത് അടിയിൽ പോകും. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇത് കൂടെ തയ്ച്ചെടുക്കുക. ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇതേപോലെ കോർണറായിട്ട് തയ്ച്ചിട്ട് എടുക്കുക. ഇവിടെ ഈ 3 ഇഞ്ച് നമ്മൾ ഓപ്പൺ ഇടും. ഇത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് 8 ഇഞ്ചാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇതുവരേക്കും കട്ട് ചെയ്യുക. ഇതേപോലെ ഈ കോർണർ വരേക്കും കട്ട് ചെയ്തെടുക്കുക. ഇനി എഡ്ജ് കൂടെ ഒരു തൈലിടാം. അപ്പോൾ ഇതേപോലെ തയ്ച്ചെടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇതുവരേക്കും ഒരു പീസ് വയ്ക്കണം. അപ്പോൾ ഇതേപോലെ ഒരു പീസ് എടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഈ ഭാഗം ഒന്ന് അടിച്ചെടുക്കുക. ഇതേപോലെ അടിമറിച്ചെടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ ഇവിടെ നമ്മൾ 3 ഇഞ്ച് ഓപ്പൺ കൊടുത്തിരുന്നു, ഇതിനൊപ്പം വയ്ക്കുക. എന്നിട്ട് ഇതേപോലെ ചെറിയ ലൂപ്പ് അടിച്ചെടുക്കുക. ഇത് ഇതേപോലെ വച്ചിട്ട് അടിക്കാം. എന്നിട്ട് ഇവിടെ ഓരോ ബട്ടണും കൊടുത്താൽ മതി. ഒരു 1.5 ഇഞ്ച് അകലത്തിൽ കൊടുക്കാം. ലൂപ്പ് വന്നിട്ട് ഒരു 2 ഇഞ്ച് നീളം മതി.
ഇത് ഇവിടെ നിന്ന് അടിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇതോട് തന്നെ ചേർത്ത് വെച്ച് അടിക്കുക. ഇവിടെ നമ്മളൊരു 2 ഐ വന്നിട്ട് ഇതേപോലെ ഓപ്പണായിട്ട് വിടുക. നമുക്കത് കഴുത്തിടുമ്പോൾ കുറച്ചുകൂടെ വൈഡ് കിട്ടും. ഈ 2 ബട്ടൺ നമുക്ക് അഴിക്കാൻ പറ്റും. ഇവിടെ ഇതിൽ വന്നിട്ട് ഷോയ്ക്ക് വേണ്ടിയിട്ട് പുറമേ വെച്ചാൽ മതി. ഇനി ഇതിൻ്റെ ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. ഷോൾഡർ ഇതേപോലെ 2 തൈലിട്ട് എടുക്കുക. അപ്പോൾ ഇനി ഇതിരിക്കുള്ള കോളർ കട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ഇതിങ്ങനെ ഒന്ന് വെച്ചിട്ട് അളന്ന് നോക്കുക. ഒരു 4 ഇഞ്ച് തയ്യത്തുമ്പ് കഴിച്ചിട്ട് അളന്നാൽ മതി. ഇത് 18 ഇഞ്ച് വരുന്നുണ്ട്. അതിനുശേഷം ഇതിങ്ങനെ മടക്കി എടുക്കുക. ഒരു 7 ഇഞ്ച് ഉണ്ടായാൽ മതി. അതേപോലെ ഒരു വരയിടുക. അതിനുശേഷം ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ റൗണ്ടിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇതേപോലെ റൗണ്ടിൽ മാർക്ക് ചെയ്യുക. അതിനുശേഷം കോളറിൻ്റെ വീതി 1 ഇഞ്ചോ 3/4 ഇഞ്ചോ കൊടുക്കാം. ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് അളന്ന് നോക്കുക. ഇതേപോലെ 18 ഇഞ്ചാണ് വേണ്ടത്. 18 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇതുപോലെ ഷേപ്പ് കൊടുക്കുക. വേണമെങ്കിൽ സ്ട്രൈറ്റ് വേണമെങ്കിലും ആക്കാം. അതിനുശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതേപോലെ ഈ തുണിയിൽ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ തുണിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ വശത്തെ ഒരു 4 ഇഞ്ച് വീതിയിൽ മടക്കി അടിക്കുക. എന്നിട്ട് അടുത്ത തുണി എടുത്തിട്ട് ഈ സൈഡ് കൂടെ തയ്ച്ചെടുക്കുക. ഇനി ഇവിടെ ഒരു 4 ഇഞ്ച് തയ്യത്തൊമ്പ് നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ ഈ ഭാഗത്ത് ഒരു 4 ഇഞ്ച് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ നിർത്തുക. ഇവിടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കുക. ഇനി ഇത് അടിമറിച്ചെടുക്കുക. സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ അടിവശത്തുനിന്ന് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടും അതുപോലെ ആ സൈഡിലേക്ക് 2 സൈഡിലേക്കും അറ്റാച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ അടിച്ചെടുക്കുക. ഇവിടെ നഖം കൊണ്ട് നന്നായിട്ടൊന്ന് വരച്ചെടുക്കുക. അതിനുശേഷം ഈ തയ്യത്തുമ്പ് ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് തയ്യൽ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ എഡ്ജ് കൂടി ഒരു തയ്യലിടാം.
അപ്പോൾ ഇതേപോലെയാണ് ഇത് അടിച്ചെടുക്കുക. അപ്പോൾ ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്യുക. സൈഡൊക്കെ സാധാരണ പോലെ തന്നെ തെറ്റാണ്. അപ്പോൾ അത് ഞാൻ വീണ്ടും കാണിക്കുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക.